ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫോട്ടോസ് സ്റ്റാറ്റസ് ആക്കണം. ഫോട്ടോയ്ക്ക് താഴെ ആദരാഞ്ജലികൾ എന്ന് ക്യാപ്ഷൻ കൊടുക്കണം. ഇത്രയും നാളും എന്നെ പറ്റി കുറ്റം പറഞ്ഞിരുന്നവരുടെ പല പുകഴ്ത്തലുകളും ഇകഴ്ത്തലുകളും നിങ്ങൾ കേൾക്കും. കാര്യമാക്കണ്ട, ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ കാണാൻ വരുമ്പം ആരും കരയരുത്. നിങ്ങൾ കരയുമ്പോ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. വീട്ടുകാർ ചിലപ്പോ കരയുന്നുണ്ടാവും. കഴിയുമെങ്കിൽ അവരൊന്ന് ആശ്വസിപ്പിക്കുക. പള്ളിക്കാട് വരെ എനിക്ക് കൂട്ടായിട്ട് വരിക. പിന്നെ അവസാനമായിട്ട് ഒരു പിടി മണ്ണ് എന്റെ മേലേക്ക് ഇട്ടിട്ട് തിരികെ പോവുക. എന്നാലും ചിലരുണ്ടല്ലോ, ഞാൻ മരിച്ചതറിയാതെ പുതിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്റെ സ്റ്റോറികൾ കാണാനായിട്ട് കാത്തിരിക്കും. പതിയെ അവരും മറക്കും. എല്ലാം കുറഞ്ഞ് പേജ് നിശ്ചലവുമാകും. 24 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസുകളിൽ നിന്ന് ഞാൻ മാഞ്ഞു പോകും. ഗ്രൂപ്പുകളെല്ലാം ആദരാഞ്ജലികൾ കൊണ്ട് നിറയും. പതിയെ പതിയെ എല്ലാവരും എന്നെ മറക്കും. പിന്നീട് എന്റെ ഈ പേജിൽ പോസ്റ്റുകളൊന്നും വരാതെ ആവും. പേജിന്റെ റീച്ച് പതിയെ പതിയെ കുറഞ്ഞ് അങ്ങ് ഇല്ലാണ്ടാവും. പുതിയ പോസ്റ്റ് ഒന്നും വരാതെ ആകുമ്പോ പലരും അൺഫോളോ ചെയ്തും പോവും. വീട്ടുകാര് 7-ാം ദിവസവും 41-ാം ദിവസവും പ്രാർത്ഥനകൾ നടത്തും. പതിയെ അവരും മറക്കും. പിന്നെ ആണ്ടിലൊരിക്കൽ മാത്രം ഒരു മിസ് യു ക്യാപ്ഷനിൽ ഞാൻ വരും, പോവും. പിന്നെ അതും ഇല്ലാതാവും. ദേ, ഞാനും നീയും ഒക്കെ മരിച്ചുപോയാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്റെയും നിന്റെയൊക്കെ ജീവിതം.